നമ്മളെ മേപ്പാടി സംബന്ധിച്ച് ഒരു 800ഓളം റിസോർട്ടുകൾ, ഹോം സ്റ്റേ, ഗ്ലാസ് ഫ്രിഡ്ജ് അടക്കമുള്ള ഒരു 800ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ വനത്തിന് ഉൾഭാഗങ്ങളിലാണ്, സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിലാണ് ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മള് ഇപ്പോൾ അപകടമുണ്ടായ റിസോർട്ടിന് 2 വർഷം മുൻപ് തന്നെ നമ്മളവിടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരുന്നു. യാതൊരു സേഫ്റ്റി ഇല്ലാതെയാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത് സ്ഥാപനം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ വളരെ കിലോമീറ്ററുകൾക്കുള്ളിൽ വനത്തിനകത്ത് ഈ സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിൽ അവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്. അപ്പോൾ അതിന്റെ തിരക്കിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം മേഖലകൾക്ക് ഉദ്യോഗസ്ഥൻ മറ്റും അന്വേഷിപ്പിക്കാനൊക്കെ വലിയ പ്രയാസമുണ്ട്. കാരണം കിലോമീറ്റർ കണക്കിന് ഓഫ് റോഡ് കൂടെ വേണം പോകാൻ. അത്തരം പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള എല്ലാ റിസോർട്ടുകളും ഇങ്ങനെ അനധികൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുവരിക. അപ്പൊ നമ്മള് പഞ്ചായത്തെ സംബന്ധിച്ച് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം അത് മാക്സിമം ഈ പറഞ്ഞ റിസോർട്ടുകൾ മുതലെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ ഇവർക്കൊക്കെ സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം അതെ, പലപ്പോഴും ഈ ഇതുപോലെ അനധികൃതമായുള്ള കയ്യേറ്റങ്ങളും ഇത്തരം കെട്ടിടങ്ങളുമാണല്ലോ പലപ്പോഴും അപകട ശേഷമായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് പോലും. അത്തരത്തിൽ ഈ വയനാട് ജില്ലയിൽ അങ്ങനെ നിരവധിയായി ഉണ്ടോ? ഇതിന് പിന്നാലെ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ? ഇല്ല, അന്വേഷണം നടക്കണ്ടേ. നമ്മൾ ഈ അപകടം നടന്നതിന് ശേഷം തന്നെ നമ്മൾ മുഴുവൻ റിസോർട്ടുകളുടെ ലൈസൻസ് പരിശോധിക്കാനും അത് മറ്റു സേഫ്റ്റിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ലൈസൻസ് മറ്റു സംവിധാനങ്ങളൊക്കെ ഉള്ള റിസോർട്ടുകൾക്ക് മാത്രമേ തുടർന്ന് ലൈസൻസ് അനുവദിക്കുള്ള നല്ല തീരുമാനമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു തിരിച്ചടിയാവും. കാരണം വന്യമൃഗ ശല്യത്തിൽ തന്നെ നമ്മൾ വലിയ കഷ്ടപ്പാടിലാണ്. നഗരപ്രദേശങ്ങളിൽ പോലും ഇത്തരം വന്യമൃഗ ശല്യമൊക്കെ രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലാണ് ഈ സുരക്ഷാ വീഴ്ചയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. അതെ അതെ, ഇവിടെ മേപ്പാടി സംബന്ധിച്ച് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാവുകയും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ നിരന്തരമായിട്ട് കാട്ടാന്റെ ശല്യം ഉണ്ടാകും. അതിൽ പ്രദേശവാസികൾ മരണപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം മേഖലയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും തുടർന്ന് പ്രവർത്തിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ അവര് കോടതി പോയി അവര് അനുകൂല നിലപാട് സ്വീകരിച്ചു വരിക, ലൈസൻസ് ഉള്ള റിസോർട്ടുകൾ വരെ. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ നിലവിലെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക എന്നുള്ളതാണ്. സാർ, ഇപ്പൊ ഈ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കുടുംബം ചില ദുരൂഹതയൊക്കെ ആരോപിക്കുന്നുണ്ട്. അതായത് കൂടെ പോയ ആളുകളെ കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണയില്ല. പക്ഷേ എങ്ങനെയാണ് മകൾക്ക് മാത്രം അപകടം സംഭവിച്ചത് എന്നൊക്കെ തരത്തിലൊരു ദുരൂഹതയും ആരോപിക്കുന്നുണ്ട്. നമ്മൾ പോലീസും പഞ്ചായത്തും അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഒരു പഴയ ഒരു പുല്ല് മേഞ്ഞ ഒരു ഷെഡാണ്. ആ ഷെഡ് കുറെ കാലപ്പഴക്കമുള്ളതാണ്. അപ്പൊ അത് അവിടെ അന്ന് രാത്രി നല്ല മഴയായിരുന്നു. അപ്പൊ ഇത് മറിഞ്ഞു വീണിട്ട് ആണ് അതിനുള്ളിൽ കിടന്നുറങ്ങിയ 3 പേരാണ് കിടന്നുറങ്ങിയെന്ന് പറയുന്നു. അതിൽ ഈ കുട്ടിയാണ് മരണപ്പെട്ടത്. മറ്റു 2 പേരും വലിയ അപകടമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് അവിടുത്തെ റിസോർട്ടിന്റെ നടത്തിപ്പുകാർ പറയുന്നത്. സാർ, ഈ സ്ഥലം പോയി കണ്ടിരുന്നോ ഈ അപകടത്തിന് ശേഷം? കണ്ടിരുന്നു. എങ്ങനെയാണ് അവിടെ മറ്റു ടെന്റുകളൊക്കെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണോ അത്? അതെ, അവിടെ നമുക്കറിയാലോ, നമ്മളവിടെ ആനയും പുലിയും ഒക്കെ ഉള്ളതാ. ഒരു പെൻസിലിംഗ് പോലും റിസോർട്ടിന്റെ പ്രദേശമില്ല, ഓപ്പണായി കിടക്കുകയാണ്. പിന്നെ അവിടെ ഉള്ള ഈ ഷെഡുകളൊക്കെ തന്നെ വളരെ പഴക്കം ചെന്ന പല്ലുമേഞ്ഞ സാധാ നമ്മളെ പഴയകാല വീടിന്റെ ആ രൂപത്തിലുള്ള പഴക്കം ചെന്ന ഷെഡുകളാണുള്ളത്. അത് ഏത് സമയത്തും അപകടം വരാം. അത് ഇനിയിപ്പോ കാലവർഷക്കെടുതിയിലല്ല, കാട്ടാനയുടെ മറ്റു ആക്രമണത്തിലും ഇത് തകരാൻ സാധ്യതയുള്ളതാണ്. സാർ, ഇനി ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വിനോദസഞ്ചാര മേഖല വളരെ മികച്ചതായി കൊണ്ടുപോകുന്നൊരു ജില്ലയാണല്ലോ വയനാട്. അവിടെ ഈ പറഞ്ഞ പോലെ വന്യമൃഗശല്യമുണ്ട്, ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും കാര്യക്ഷമമായ ഈ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടോ ടൂറിസം വിപുലീകരിക്കാൻ? അല്ല, തീർച്ചയായും നമ്മളിപ്പോ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് നിലവില് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളെ വളരെ സേഫ്റ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോയും അതുപോലെ തന്നെ ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ നമ്മളെ ജീപ്പ് ഡ്രൈവർമാരുണ്ട്. അവിടെ ആളെ കൊണ്ടുപോകുകയും ചെയ്യുന്നത് 900 കണ്ടി ഈ പറഞ്ഞ മേഖലയിൽ തന്നെ 220 ജീപ്പുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട്.
അപ്പോൾ അവരെ തൊഴിൽ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സംവിധാനങ്ങളും പരിശോധിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ മാത്രമേ വീണ്ടും ലൈസൻസ് അനുവദിക്കുന്ന ഒരു തീരുമാനത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.